Which of the following is a type of operating system? 1. Time sharing operating system. 2. Distributed operating system. 3. Network operating system. ഓപ്ഷൻസിൽ മൂന്നും നമുക്ക് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി 1, 2 and 3 ആണ് ആൻസർ വരിക. OSൻ്റെ ടൈപ്പ് റെഫർ ചെയ്യുന്നത് OS റിസോഴ്സസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതായത് റിസോഴ്സസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് OS. അപ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ടൈപ്പ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അതുപോലെ യൂസറിനും ആപ്ലിക്കേഷനും എങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്യും. അപ്പോൾ ടൈപ്സ് ഓഫ് OSൽ ടൈം ഷെയറിംഗ് OS, ഡിസ്ട്രിബ്യൂട്ടഡ് OS, നെറ്റ്വർക്ക് OS, ബാച്ച് OS, റിയൽ ടൈം OS, മൾട്ടി ടാസ്കിംഗ് OS, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ടൈം ഷെയറിംഗ് OS എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ യൂസേഴ്സിന് സിസ്റ്റം സൈമൾട്ടേനിയസ്ലി ഉപയോഗിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനായി CPUവിൻ്റെ ടൈം സ്ലൈസ് ആണ് ഷെയർ ചെയ്യുന്നത്. അത് ടൈം ഷെയറിംഗ് OS ആണ്. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് OS, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സിനെ മാനേജ് ചെയ്യുന്നു, എന്നിട്ട് യൂസറിന് മുമ്പിൽ അവ ഒറ്റ സിസ്റ്റമാണ് എന്നുള്ള രീതിയിലാണ് തോന്നിക്കുക. ശരിക്കും യൂസർ യൂസ് ചെയ്യുമ്പോൾ ഒറ്റ സിസ്റ്റം, പക്ഷെ അതിൻ്റെ ബാക്കിലൊരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവയെല്ലാം ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സാണ്, അതിനെല്ലാം മാനേജ് ചെയ്തിട്ട് യൂസറിൻ്റെ മുമ്പിൽ ഒരൊറ്റ സിസ്റ്റം പോലെ ഫീൽ ചെയ്യിക്കും ഡിസ്ട്രിബ്യൂട്ടഡ് OS. അപ്പോൾ അവിടെ എന്താ, യൂസറിനും ആപ്ലിക്കേഷൻ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ബേസിലാണ് അവിടെ ടൈപ്പ് വന്നിട്ടുള്ളത്. ഇനി നെറ്റ്വർക്ക് OS എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അവയുടെ റിസോഴ്സ് ഷെയർ ചെയ്യാനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അലൗ ചെയ്യുന്നു. അപ്പോൾ നെറ്റ്വർക്കിൽ കണക്റ്റ് ആയിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് OS യൂസ് ചെയ്യുന്നത്. ഇനി ബാച്ച് OS ടാസ്കുകളെ ഗ്രൂപ്പാക്കിയിട്ട് ഒരൊറ്റ ബാച്ചായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂഷൻ ടൈമിൽ യൂസർ ഇൻട്രാക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ടാസ്കുകളെ ഗ്രൂപ്പാക്കുന്നതാണ് ബാച്ചാക്കിയിട്ട്, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ആവശ്യമില്ല, യൂസറിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് വൺ റിയൽ ടൈം OS ആണ്. മെഡിക്കൽ ഡിവൈസസ്, എംബഡഡ് സിസ്റ്റം പോലുള്ള റിയൽ ടൈം പ്രോസസ്സിങ് ആവശ്യമുള്ള സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മൾട്ടി ടാസ്കിംഗ് OS മൾട്ടിപ്പിൾ ടാസ്ക് പ്രോസസ്സ് സൈമൾട്ടേനിയസ് ആയിട്ട് റൺ ചെയ്യുന്നു. ഇത്രയാണ് വരുന്നത്.